ശരി ശരി അജിംസ് നോക്കൂ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആദ്യ ഭാര്യയുടെ പരാതി വരുന്നു, ഗാർഹിക പീഡന പരാതി വരുന്നു. അന്ന് ഉമ്മൻചാണ്ടി രാജി എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലും സമാനമായ പരാതി ഉയർന്നു വരുന്നു. പക്ഷേ രാജിയിൽ നിന്ന് കഷ്ടിച്ച് മന്ത്രി രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഒരു തലവേദനയാകുമോ ഗണേഷ് കുമാർ ഇടതുമുന്നണിക്ക്? നിലവിൽ തലവേദന ആവുമോ എന്ന് ചോദിച്ചാൽ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നവരിൽ തലവേദന ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിൽ ഒരു പ്രശ്നം, ഇതിലെന്താണ് ക്രൈം എന്നുള്ളതാണ് പ്രശ്നം. ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൈം? ശരി, ഈ സംഭവ സ്ഥലത്ത് എത്തുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യയെ ആരോ കയ്യേറ്റം ചെയ്തെന്ന് അവർ തന്നെയാണ് പറയുന്നത്. സ്റ്റാഫ് തടഞ്ഞു കയ്യേറ്റം ചെയ്യുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്യുക, അതും സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകൾ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. അവരതിനെപ്പറ്റി പരാതി ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളതല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ട്, സംഭവം ഉള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് കേസെടുക്കേണ്ട കാര്യമല്ല, അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇനി എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഭർത്താവിന് മാപ്പ് കൊടുത്തു എന്നൊരു സ്ത്രീ പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്താണ്? ഏത് സിറ്റുവേഷനിലാണ് സ്ത്രീ മാപ്പ് കൊടുക്കേണ്ടി വരിക? അതായത് ഗണേഷ് കുമാറിൻ്റെ പ്രണയങ്ങളെക്കുറിച്ച് അറിയാത്ത ആളൊന്നും ആയിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ഭാര്യ. ഗണേഷ് കുമാർ പ്രണയങ്ങളെക്കുറിച്ച് നേരത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ഭാര്യയായിരിക്കുന്ന അവർക്ക് അറിയാൻ പാടില്ലാത്തതല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയി എന്ത് സംഭവിച്ചു അവിടെ എന്നുള്ളതാണ് പ്രശ്നം. അവരിത് തുറന്നു പറയാൻ തക്ക പോലീസിനെ വിളിക്കാൻ പറ്റിയ ഷോക്കിംഗ് ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾ ആരാണ്? അയാൾ പ്രായപൂർത്തിയായ ആളാണ്, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ആ ക്രൈം എന്താണെന്ന് അന്വേഷിക്കണ്ടേ? അവിടെ ഒരു ക്രൈം നടന്നു എന്ന് പോലീസിന് അറിയാം. ഒരു സ്ത്രീയെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്, തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവരത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടേ? എഫ്ഐആർ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഈ സർക്കാർ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ വരെ പബ്ലിക് റിലേഷനിലൂടെ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രതിച്ഛായ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീ പക്ഷത്താണ് എന്നാണ്. ഒരിക്കലുമായിട്ടില്ല. കേരളത്തിലെ വളരെ നിർണായകമായ സ്ത്രീകൾക്കെതിരായിട്ടുള്ള, സ്ത്രീകൾക്കും കുട്ടികൾക്കും, ഞാൻ ഒരുമിച്ചാണ് പറയാം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളെടുത്ത് നോക്കിയോ, കൺവിക്ഷൻ റേറ്റ് നോക്കുക. കൺവിക്ഷൻ റേറ്റ് മാത്രമല്ല, ഇനി ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ നോക്കുക. ഇത്തരം കേസുകൾ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ ആരോടൊപ്പമാണെന്ന് മനസ്സിലാവും. അവനൊപ്പം ഒന്നല്ല, തൊട്ടുള്ളവനൊപ്പം, അധികാരമുള്ളവനൊപ്പം, പ്രിവിലേജ് ഉള്ളവനൊപ്പമാണ്. ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് ഇല്ലാത്ത, സോഷ്യൽ പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യരാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതല്ലാത്ത എല്ലാ ആൾക്കാരും, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ പാർട്ടീസ്, ഉദാഹരണം പറയും, ലീഗുകാരാവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, CPM കാരാവട്ടെ, ആരുമാവട്ടെ, തൊട്ടുള്ളവൻ സോഷ്യൽ പ്രിവിലേജ് കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളെ കാണിച്ചാട്ടെ, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെടുന്ന കാണിച്ചാട്ടെ, ദിലീപ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളാവട്ടെ, ആ ശിക്ഷിക്കപ്പെടുന്നില്ല. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു, പ്രതികൾ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ ഒരു ശിക്ഷിക്കപ്പെടാത്തതിന് ശേഷം മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ മാധ്യമത്തിൽ വാർത്ത വരണം, വലിയ വിവാദമാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാളയാർ കേസിനൊക്കെ വേണ്ടി എന്തോ ഒരു സമരം ചെയ്തു, ആളുകൾ എത്രയും നിരാഹാരം കിടന്നു. പിണറായിക്കെതിരെ മത്സരിച്ചവരുടെ അമ്മ എന്തെങ്കിലും നടന്നോ? ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ.